വലിയ കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ച ആ പ്രഖ്യാപനങ്ങൾ കേട്ടു. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി, ഈ കാര്യങ്ങൾ, ഈ ഒരു വാഗ്ദാനം കൊടുത്തു, അത് നടപ്പാക്കുന്നു പ്രഖ്യാപിച്ചു. അതിനപ്പുറത്തേക്ക് എത്ര കാലം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ആ വാഗ്ദാനങ്ങളൊന്നും അവിടെ ലംഘിക്കപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ധവളപത്രം ഇറക്കും എന്നൊക്കെ പറഞ്ഞു. അതിനു മുമ്പേ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോഴാശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒരു ആശങ്ക ടീം UDF-നുണ്ടോ? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള രണ്ട് അഭിപ്രായമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ അപകടകരമായ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷം, മുൻ ഭരണപക്ഷം, ധനകാര്യമന്ത്രി അടക്കം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഇത് മിസ്മാനേജ്മെന്റ് ആണ്. ഈ നിലയ്ക്കുള്ള ഡീപ്പായിട്ടുള്ള ഒരു പ്രശ്നം ഇല്ലാന്നൊരു ഒരു പൊസിഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു. മിസ്മാനേജ്മെന്റ് ഇതിലൊരു കാരണമാണ്. ധൂർത്ത് ഇതിലൊരു രണ്ടാമത്തെ കാരണമാണ്. ധനവകുപ്പിന്റെ എഫിഷ്യൻസി കുറവ് അതിന്റെ മൂന്നാമത്തെ കാരണമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ വൈറ്റ് പേപ്പർ വരുമ്പോഴുകൂടി കേരളത്തിലെ ജനതയുടെ മുമ്പാകെ സ്റ്റേറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ശരിയായ ചിത്രം നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ വരുന്നൊരു കാര്യമല്ലല്ലോ. അത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഡോക്യുമെന്റ് അല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നിപ്പം പറഞ്ഞല്ലോ, ഇപ്പൊ തുടക്കത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൽഫെയർ സ്കീമുകൾ പ്രഖ്യാപിച്ചു. അത് ഒരു സർക്കാരിന്റെ ഒരു പോസിറ്റീവ് അപ്രോച്ചിന്റെ സൂചനയാണെന്ന്. പക്ഷെ അപ്പോഴും സെയിം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മറന്നുപോകാതെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴയതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യില്ല, പഴയ കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കില്ല എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് ഞങ്ങളുടേത് UDF-നെ കുറിച്ച് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴും അതിന്റെ പോസിറ്റീവ് അപ്രോച്ചാണ്. പ്രതികാര രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഒന്നും അതിനില്ലാന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പഴയ സംഗതികളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ പലതുമുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ ജെന്യുവൻ ഇൻവെസ്റ്റിഗേഷൻ നടന്നില്ല എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുള്ള സംഗതിയുണ്ട്. അതിലേക്കൊക്കെ പോകുമ്പോൾ അടുത്ത ക്യാബിനറ്റിൽ പ്രതീക്ഷിക്കേണ്ട സംഗതി അതൊക്കെയാണോ? പ്രതികാരമല്ല, കാരണം വലിയൊരു നീതി നിഷേധം ഉണ്ടായി. കാരണം നവകേരള ബസ്സിനും യാത്രയ്ക്കും എതിരെ സമരം ചെയ്ത ഇപ്പോഴത്തെ ആലപ്പുഴ MLA ആയിട്ടുള്ള ശ്രീ AD തോമസ്, അതുപോലെ ശ്രീ ജോയൽ കുര്യാക്കോസ്, അവരെ രണ്ടുപേരെയും മുഖ്യമന്ത്രി പോയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചു. വീഡിയോ തെളിവുകൾ അടക്കം ഉണ്ടായിട്ട് പോലും ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടായില്ല. കോടതി വീഡിയോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റീഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ആ കോടതി പറഞ്ഞ കാര്യം കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല. കോടതി പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നു. അല്ലാതെ നമ്മുടെ ഒരു പുതിയ തീരുമാനമല്ല അത്. നമുക്കങ്ങനെ ഇതിനകത്തൊരു പ്രതികാര രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ വലിയൊരു നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ആ നീതി നിഷേധം ഞങ്ങൾ നിയമസഭയിലടക്കം പറഞ്ഞത്, നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അത് കാണാതെ പോകാന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് കണ്ടു, അത്രയേ ഉള്ളൂ.